തലേ ദിവസം രാത്രി വലിയൊരു കൺസേർട്ടും കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാത്രി മറ്റൊരു കൺസേർട്ടും വരാനിരിക്കെ ആരെങ്കിലും 12 കിലോമീറ്റർ ഓടാൻ പോകും. ബട്ട് യുങ്കി ക്യാൻ. ഒരു മാസം മുമ്പ് സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ടു ബ്രേക്കേഴ്സ് എന്ന മാരത്തോണിന്റെ ക്ലിപ്സ് വന്നപ്പം ഒരു വ്ളോഗിന്റെ സൂചന നമുക്ക് കിട്ടിയതായിരുന്നു. ബട്ട് യുങ്കി ആയതുകൊണ്ട് കിട്ടില്ല എന്നാണ് പലരും വിചാരിച്ചത്. ബട്ട് ആ വ്ളോഗ് 2 ദിവസം മുന്നേ ബാങ്ക്താൻ ടിവിയിൽ റിലീസായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു ബാങ്ക്താൻ കേരള. വ്ളോഗ് തുടങ്ങുന്നത് രാവിലെ ഒരു 6 മണിക്കൊക്കെയാണ്. തലേന്ന് കൺസേർട്ട് ഉണ്ടായിരുന്നു, ഇന്ന് രാത്രിയും കൺസേർട്ട് ഉണ്ട് എന്നൊക്കെ കിടന്നുകൊണ്ട് ശുഗ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഓടണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് എണീറ്റ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓടാൻ പോകുമ്പോൾ സൺസ്ക്രീൻ നെറ്റിയിലിടരുത്, കാരണം ഓടി വേർക്കുമ്പോൾ ഇതെല്ലാം കൂടെ കണ്ണിക്ക് ഒലിച്ചിറങ്ങി കണ്ണ് നീറുന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, ഇറ്റ്സ് എ ടിപ്പ്. കുറച്ചൊക്കെ മടി പിടിച്ചാണ് പോണത്, പക്ഷെ അവിടെ എത്തിയപ്പോൾ ശുഗ ആകെ അന്തം വിട്ടുപോയി. കാരണം അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. മാത്രമല്ല അവിടെ നല്ല തണുപ്പുമാണ്. പിന്നെ കൗണ്ട് ഡൗൺ തുടങ്ങി. ഒന്നും നോക്കിയില്ല, കൗണ്ട് ഡൗൺ തീർന്നതും അണ്ണൻ ഓടാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ചു ദൂരം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള റോഡുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല കുത്തനെയുള്ള കയറ്റങ്ങളോട് കൂടിയ റോഡുകളാണ്. അവിടെയാണ് ശരിക്കും അണ്ണന് പണി കിട്ടിയത്. ഓട്ടം ഒന്ന് സ്ലോ ആവുന്നുണ്ട്. ഞാനിപ്പോ എന്തിനാണ് ഈ ഓടാനൊക്കെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ജിമിൻഷി അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. ഒക്കെ എന്റെ കുന്തളിപ്പ് തന്നെ. ഇനിയിപ്പോ തീർത്തിട്ട് കയറാം, അല്ലാപ്പം എന്ത് ചെയ്യാനാ. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ശുഗേട്ടന്റെ മൈൻഡ് സെറ്റ് ആണ്. ഒരു പോയിന്റിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പതുക്കെ ആണെങ്കിലും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അതാണ് ഡെഡിക്കേഷൻ. ആ കയറ്റം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫിനിഷിംഗ് ലൈൻ കാണുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ബാങ്ക്താൻ ഭഗവതി എന്ന് പറഞ്ഞ് വെച്ചങ്ങ് പിടിച്ചു. 1 മണിക്കൂറും 4 മിനിറ്റും കൊണ്ടാണ് അണ്ണ ഈ 12 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ആക്ച്വലി 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ആ ഇടയ്ക്കൊന്നും ലാഗ് വന്നില്ലായിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എന്തായാലും തീർക്കുമായിരുന്നു. അതും പറഞ്ഞ് ലാസ്റ്റ് കുറച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ, ഈ മാരത്തോൺ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിനിഷിംഗ് ലൈനിൽ കഴിക്കാനായിട്ട് പഴവും മെഡലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അണ്ണൻ അതൊക്കെ വാങ്ങി സന്തോഷത്തോടെ വ്ളോഗ് അങ്ങ് അവസാനിപ്പിച്ചു. 2530 ആളുകളിൽ 1022ാമതായിട്ടാണ് ഈ ഒരു മാരത്തോണിന് യുങ്കി ഓടി തീർത്തത്. ഈ ഒരു മാരത്തോണിനെ പറ്റി പറയാനാണെങ്കിൽ US സാൻ ഫ്രാൻസിസ്കോ ബേ എന്ന കായൽ തീരത്തു നിന്ന് തുടങ്ങി പസഫിക് ഓഷ്യൻ ബീച്ചിലാണ് ഇത് അവസാനിക്കുന്നത്. നഗരത്തിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്താണ് ഇത് അവസാനിക്കുന്നത്. ബേ ടു ബ്രേക്കേഴ്സ് എന്ന ഈ ഒരു ഫുഡ് റേസിന് 110 വർഷത്തിലധികം പഴക്കവും ഒരു അതിജീവനത്തിന്റെ കഥയും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 1906 സാൻ ഫ്രാൻസിസ്കോയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഒത്തിരി പേര് മരിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് ധൈര്യവും സന്തോഷവും നൽകാനും സിറ്റിയുടെ പഴയ ഒരു ഊർജ്ജം വീണ്ടെടുക്കാനും വേണ്ടിയിട്ടാണ് 1912 ഈ ഒരു മാരത്തോൺ തുടങ്ങുന്നത്. തുടർച്ചയായി ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും പഴയ ഫുഡ് റേസ് ആണിത്. 1986 ഏറ്റവും കൂടുതൽ ആളുകൾ, ഏകദേശം 100,000-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുകയും ചെയ്തു. തളർന്നു പോയടത്തുനിന്ന് ചാടിക്കയറാനായിട്ട് എല്ലായിടത്തും ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വളരെ നല്ലതാണല്ലേ. ലൈക്ക് നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടക്കമായിട്ട് ഈ ഒരു അതിജീവനത്തിന്റെ കഥ പോലെ, അല്ലെങ്കിൽ എഴുതി തള്ളപ്പെട്ടിട്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഓടിക്കയറിയ നമ്മുടെ ബാങ്ക്താൻ ബോയ്സിനെ പോലെ അല്ലേ ആർമീസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.